കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ പുതിയ പ്രഭാതം അനുഗ്രഹ നിറവുമായിട്ടാണ് കർത്താവ് നമ്മുടെ കൂടെയുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സുവിശേഷവുമായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പോകാൻ കർത്താവ് കൃപ തന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഭവനത്തിൽ, വ്യക്തിജീവിതത്തിൽ കർത്താവ് ചെയ്ത വിടുതൽ അത് ഓർത്താൽ വേറെ ഒരു ലാഭവും ഉദ്ദേശിച്ചില്ല. അത് ഓർത്താൽ കർത്താവിന് വേണ്ടി എത്ര ഓടിയാലും സുവിശേഷം അറിയിച്ചാലും കഷ്ടപ്പെട്ടാലും മതിയാകത്തില്ല. കർത്താവ് എനിക്കൊന്നൊരു ഗാനമുണ്ട്. ഒരിക്കൽ കർത്താവ് ചെയ്ത നന്മകൾ ഓർത്ത് എൻ്റെ ഉള്ളിൽ ഈണത്തോടുകൂടെ വന്നൊരു ഗാനമാണ്. എൻ്റെ ജീവനിൽ നീ ചെയ്തതോർത്താൽ എൻ്റെ പ്രാണനെ ഞാൻ യാഗമാക്കണം. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത കാര്യങ്ങൾ ഓർത്താൽ നമ്മൾ വിടുതലും കൊണ്ട് പോലെ അനേകരെ വിടുവിക്കുന്നവരായേ പറ്റത്തുള്ളൂ. We are now in the kingdom of God. ഇപ്പോൾ നാം ദൈവരാജ്യത്തിൽ അത്രേ ഉള്ളത്. And that is why അതുകൊണ്ടത്രേ Colossians 1:13 says, he has delivered us from the power of darkness and has conveyed us to the kingdom of the son of his love. കൊലോസ്യ ലേഖനം 1:12-13 പറയുക, അവൻ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹ സ്വരൂപനായ ക്രിസ്തുവിന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. Not that he is going to deliver you, you are already delivered. അവൻ വീണ്ടെടുക്കാൻ വിടുവിക്കാൻ പോകുന്നു എന്നല്ല പറഞ്ഞത്, അവൻ നിന്നെ വീണ്ടെടുത്ത് കഴിഞ്ഞു എന്നത്രേ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച എല്ലാവരെയും കുറിച്ച് വചനം ഇങ്ങനെ പറയുന്നത്, ഇരുട്ടിന്റെ അധികാരത്തിന്റെ കീഴിൽ നിന്നും നിങ്ങളെ വിടുവിച്ച് ദൈവരാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുക. That is a total solution. അതാണ് അതിന്റെ പൂർണ്ണമായ പ്രതിവിധി. There is no power on earth that can stop you now. നിന്നെ തടയുവാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. There is no power on earth that can stop you. ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും നിന്നെ തടയുവാൻ സാധ്യമല്ല. Because every power of darkness has already been broken upon your life. കാരണം ഇരുട്ടിന്റെ സകല അധികാരങ്ങളും നിന്റെ ജീവിതത്തിന്റെ മേൽ നിന്ന് പൂർണ്ണമായി തകർക്കപ്പെട്ടിരിക്കുന്നു. Now you are in a kingdom. ഇന്ന് നീ ഒരു രാജ്യത്തിലാണ്. Because of his righteousness. അവന്റെ നീതി മുഖാന്തരം. And peace and joy in the Holy Spirit is waiting for us. പരിശുദ്ധാത്മാവിലുള്ള സമാധാനവും സന്തോഷവും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. Hallelujah. Hallelujah. The rest that he has promised us. അവൻ നമ്മോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വസ്ഥത. Come who are heavy laden. ഓ ഭാരം ചുമക്കുന്നവരെ എൻ്റെ അരികിൽ വരിക. I will give you rest. ഞാൻ നിങ്ങൾക്ക് വിശ്രമം സ്വസ്ഥത തരാം. Those who trust in Christ Jesus. ക്രിസ്തു യേശുവിൽ ആശ്രയിക്കുന്നവർ. I want to tell you very clearly. വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം. You are not to be having any tension. You don't have to be afraid of anything in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുകയോ ഭാരപ്പെടുകയോ ഭയപ്പെടുകയോ വേണ്ട. Because everything now is running with the principles of the kingdom. കാരണം ഇന്ന് സകലതും ദൈവരാജ്യത്തിന്റെ തത്വങ്ങൾക്ക് അനുസൃതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. My job is to have the fellowship with him, which he has extended through his relationship. എൻ്റെ ജോലി, എൻ്റെ ഉത്തരവാദിത്വം ദൈവം തന്റെ ആ സ്നേഹബന്ധത്തിന്റെ കരം നീട്ടിയപ്പോൾ അവനോട് കൂട്ടായ്മയുടെ കരം നീട്ടുക എന്നുള്ളത് മാത്രമാണ്. Verse 2 the Bible says, രണ്ടാം വാക്യം വേദപുസ്തകം പറയുന്നു, indeed the gospel was preached to us as well as to them, but the word they heard did not profit to them because it was not mixed with faith from those who heard it. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. The truth is, when you trust in Jesus, when you have faith in him, rest,
peace and joy should dwell in your hearts. സത്യം ഇതാണ്, നാം അവനിൽ ആശ്രയിക്കുമ്പോൾ, യേശുവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ, യേശുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുന്നു. If he said do not worry, means do not worry. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. Because കാരണം he has already prepared the provision for everything that you would require now until the end of your life. അതിന്റെ കാരണം ഇന്ന് നിനക്ക് ആവശ്യമുള്ളത്, നിന്റെ ജീവിതാവസാനം മുഴുവൻ ആവശ്യമുള്ളത് എല്ലാം അവൻ നിനക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നു. Many a times we don't understand things that are happening in our life. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകാറില്ല. Oh, what a plan God has kept for us. ദൈവം നമുക്ക് വേണ്ടി എത്ര മനോഹരമായ മഹത്വമായ പദ്ധതി ഒരുക്കി. കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞാട്ടെ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. Hallelujah. Hallelujah. We are walking in the perfect plan. നാം ആ തികഞ്ഞ പദ്ധതിയിലാണ് ജീവിക്കുന്നത്. അയ്യോ, മക്കളുടെ വിദ്യാഭ്യാസം എന്താകും, അവരുടെ ഭാവി എന്താകും, മക്കൾ ദൈവത്തിന്റെ ദാനമാ. ആമേൻ. മക്കളെ ഞാൻ പഠിപ്പിക്കും, ആമേൻ. അവരെ ഞാൻ ഉയർത്തുന്നു ആമേൻ. പറഞ്ഞ ആള് ഇന്നും പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി നിൽക്കുക. Hallelujah. Hallelujah. We are getting tensed, we are getting worried as if Jesus is not on the throne. യേശു കർത്താവ് സിംഹാസനത്തിന്മേൽ ഇരിക്കുന്നില്ല എന്നതുപോലെയാ നമ്മൾ പലപ്പോഴും ടെൻഷൻ അടിക്കുന്നത്, ഭാരപ്പെടുന്നത്. My dear, he is total Lord of Lords. He is the Alpha, the Omega, the beginning and the end. He is Jesus seated at the right hand of the Father, and he reigns even today. പ്രിയ സ്നേഹിത, അവൻ കർത്താധികർത്താവും രാജാധി രാജാവും സിംഹാസനത്തിൽ അമർത്യതയോടെ ഇരിക്കുന്നവനും അവൻ ദൈവത്തിന്റെ രാജാധി രാജാവായി വാഴുന്ന ദൈവമായിരിക്കുന്നവൻ തന്നെ. Understand this. ഇത് മനസ്സിലാക്കുക. Understand this. ഇത് മനസ്സിലാക്കുക. The Bible says വേദപുസ്തകം പറയുന്നു, they also heard the gospel, അവരും ആ സുവിശേഷം but സദ്വർത്തമാനം കേട്ടവർ. because they did not mix it with faith, എന്നാൽ അവര് ആ കേട്ട വചനത്തെ വിശ്വാസമായി ഇളക്കി ചേർക്കാഞ്ഞതുകൊണ്ട് they did not get rest. അവർക്ക് സ്വസ്ഥത കിട്ടിയില്ല. Faith in the word of God, ദൈവവചനത്തിലുള്ള വിശ്വാസം, faith in him. അവനിലുള്ള വിശ്വാസം. Oh, look at Jesus. യേശുവിനെ ഒന്ന് നോക്ക്. Look at his walk in his life. അവൻ തന്റെ ജീവിതം അതെങ്ങനെയാ നടത്തിയതെന്ന് നോക്കിയേ. The Bible says, വേദപുസ്തകം പറയുന്നു, we all know that incident. നാം ആ സംഭവം എല്ലാവരും അറിയുന്നതാ. Might be 20,000 people sitting in front of him. അവന്റെ മുമ്പിൽ 20,000 പേര് ഇരിക്കുകയായിരിക്കും. 5,000 men, women, children, 20,000 children. 5,000 പുരുഷന്മാര്, അങ്ങനെ സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം ഉൾപ്പെടെ 20,000-ഓളം പേർ. And he asked Philip, what can we give them to eat? ഫിലിപ്പോസിനോട് താൻ ഇങ്ങനെ ചോദിച്ചു, ഫിലിപ്പോസേ, ഇവർക്ക് ഭക്ഷിപ്പാൻ നാം എന്ത് കൊടുക്കും? Philip got tensed. ഫിലിപ്പോസിന് വേവലാതിയായി. 200 worth of dinari not sufficient. ആകപ്പാടെ 200 ദിനാറുണ്ട് കയ്യിൽ, അതുകൊണ്ട് എന്താകാനാ? Hallelujah. Hallelujah. The word says Jesus asked him, testing him. ആ വചനം പറയുക, യേശുവിനോട് ചോദിച്ചു, അവനൊന്ന് പരീക്ഷിച്ച് ചോദിച്ചതാ. Jesus doesn't have anything in his hands, യേശുവിന്റെ കയ്യിൽ ഒന്നുമില്ല, but he knows എന്നാൽ തനിക്ക് ഒന്നറിയാം. the one who has sent him തന്നെ അയച്ചവനുണ്ടല്ലോ, will provide for everything that is happening. അവിടെ നടക്കുന്ന സകലത്തിനും വേണ്ടി കരുതാൻ കഴിവുള്ളവൻ. He is calm, അവൻ ശാന്തനാണ്, he is silent. അവൻ നിശബ്ദനായിട്ടിരിക്കുക. Philip, what can we do? ഫിലിപ്പോസേ, നമുക്ക് എന്താ ചെയ്യാൻ Oh, കഴിയും? Philip is looking at his pocket. ഫിലിപ്പോസ് പോക്കറ്റിലെല്ലാം തപ്പി നോക്കുക. അയ്യോ, 200 ദിനാർ നടക്കത്തില്ല ആകെ കർത്താവേ. 200 ദിനാറുണ്ട്. ഇത് കൊണ്ടൊന്നും എടുത്ത് ചാടരുതേ. ആമേൻ. Hallelujah. ഹല്ലേലൂയ. But the word is so beautiful. എന്നാൽ ആ വചനം എത്ര മനോഹരമാണ്. The Bible says, വേദപുസ്തകം പറയുന്നു, there came Andrew and said, whatever you have, give it into his hand. അവിടെ അന്ത്രയോസ് വന്നിട്ട് പറയുക, നിന്റെ കയ്യിലുള്ളത് മുഴുവൻ അവന്റെ കയ്യിലൊന്ന് He ഏൽപ്പിക്കുക. has trust. He knows who Jesus is. അവന് യേശു ആരാണെന്ന് അറിയാം. അവൻ യേശുവിൽ ആശ്രയിച്ചു. They gave the two fish and 5 loaf of bread. ആ 5 അപ്പവും 2 മീനും യേശുവിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. Jesus does not make a scene over there. യേശു അവിടെ വലിയ ഒരു സീനൊന്നും കാണിച്ചില്ല. What Jesus did over there is what we have to do in our life. യേശു അവിടെ അന്ന് ചെയ്തത് നാം ഇന്ന് നമ്മുടെ ജീവിതത്തിലും ചെയ്യണം. He glorified God for what he had. തന്റെ കയ്യിലുള്ളതിനെ ചൊല്ലി അവൻ ദൈവത്തിന് മഹത്വം കരേറ്റി. നമ്മുടെ പരാതി മുഴുവൻ ഇല്ലായ്മയെ കുറിച്ചല്ലേ, ഇന്ന് പകൽ അതൊന്ന് മാറ്റി ഉള്ളതിനെ ഓർത്തൊന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തേ.
ഇല്ലായ്മ ഒരിക്കലും വരുത്തില്ല. ആമേൻ. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, ഇല്ലായ്മയെക്കുറിച്ച് പെറുപെറുക്കത്തോണ്ടിരിക്കും തോറും ഇല്ലായ്മ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ കർത്താവേ, ഈ 2 മീനും 5 അപ്പവും ഉണ്ടല്ലോ, നന്ദി, ബാക്കി ഒന്നും എനിക്ക് വേണ്ട, അങ്ങ് ഇത് തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് താഴോട്ടിട്ടുമ്പോ 12 കൊട്ട നിറച്ചു നിന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ കാലം. ഉള്ളതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നവർക്ക് ഒരിന്നും കുറവ് വരുത്തില്ല. കുറവ് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുടെ ജീവിതത്തിൽ കുറവും ക്ഷാമവും ഒരിക്കലും മാറത്തുമില്ല. വീണ്ടും പറയാം, ഉള്ളതിനെ ഓർത്ത് കർത്താവേ, ഇന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം തന്നതിനായി സ്തോത്രം, നടക്കാനുള്ള ആരോഗ്യം തന്നതിനായി സ്തോത്രം. വണ്ടിയില്ല എന്നുള്ള പരാതിയല്ല, നടന്നു പോകാനുള്ള നീ ആരോഗ്യം തന്നതിനായി സ്തോത്രം. ഒന്ന് എല്ലാത്തിനും സ്തോത്രം ചെയ്തു നോക്കിക്കേ, അതാ വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് കിട്ടിയിട്ട് സ്തോത്രം ചെയ്യുന്നതല്ല, ഉള്ളതിന് സ്തോത്രം ചെയ്യുമ്പോൾ ഇല്ലായ്മ എല്ലാം മാറി 5000 അല്ല 20,000 ഒക്കെ പേർക്ക് തൃപ്തി വരുന്നത് കൊടുക്കുക മാത്രമല്ല, മിച്ചം എടുക്കാനൂടെ തിരിച്ചു കാണും. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. Jesus did not look at the circumstance. Jesus did not look at Philip. He looked at his father. യേശു കർത്താവ് സാഹചര്യത്തെ നോക്കിയില്ല, ഇല്ല എന്ന് പറഞ്ഞ ഫിലിപ്പോസിനെ നോക്കിയില്ല, അവൻ നോക്കിയത് തന്റെ പിതാവിങ്കിലേക്കാണ്. I want to tell you everything. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. Your co-believer who is sitting next to you, നിന്നോട് ചേർന്ന് മുട്ടിയിരിക്കുന്ന നിന്റെ കൂട്ടുവിശ്വാസി, he might give you effects of doubt. അവൻ ചിലപ്പോൾ നിനക്ക് സംശയത്തിന്റെ വിത്തുകൾ നിന്റെ ഉള്ളിൽ തന്നേക്കാം. I want to tell you, എന്നാൽ ഞാൻ ഒന്ന് പറയാം, don't trust his word. അവന്റെ വാക്കിനെ നീ Don't trust ആശ്രയിക്കരുത്. her word. അവളുടെ വാക്ക് നീ Trust ആശ്രയിക്കരുത്. only the one who began a good work in you, and that is Jesus Christ. നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ഒരുവനുണ്ടല്ലോ, യേശു ക്രിസ്തു. അവന്റെ വാക്കിൽ മാത്രമേ നീ And ആശ്രയിക്കൂ. glorify him for what he has already done. അവൻ നിനക്ക് ചെയ്തു തന്നതിനെ ഓർത്ത് അവന് മഹത്വം കരയറ്റ്. Hallelujah. ഹല്ലേലൂയ. And that is why the Bible says, അതുകൊണ്ട് അത്രേ വേദപുസ്തകം പറയുന്നു, bringing into captivity everything that exalts against the knowledge of Christ. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സകല ഉയർച്ചയെയും പിടിച്ചടക്കി. മലയാളത്തിൽ പറയുന്ന ഇടിച്ചു കളയാനാ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ, നിന്റെ മകന്റെ ഫീസിന്റെ കാര്യം എന്തായി തീരും എന്ന് പറഞ്ഞ ഉയരുന്ന ആ ഉയർച്ച, മകന്റെ ഫീസിന്റെ കാര്യം കൊടുക്കണമെന്ന് കർത്താവിന് അറിയത്തില്ലേ? അറിയാവോ? കർത്താവ് അതിന് കോളേജിനൊന്നും പോയിട്ടില്ലല്ലോ. വീടിന്റെ വാടക കൊടുക്കണ്ടെന്ന് കർത്താവിന് അറിയത്തില്ലേ? പുത്തൻ വീട് വേണോന്ന് കർത്താവിന് അറിയോ? അറിയാവോ? എന്നാ കർത്താവ് നോക്കട്ടെ, നമ്മളെന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഞാൻ ചോദിക്കട്ടെ, ചില കാര്യങ്ങൾക്കൊക്കെ ടെൻഷൻ അടിച്ചു, പക്ഷെ തക്ക സമയമായപ്പോൾ ഓക്കെ ആയി എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അത് നോക്കിയാൽ മതി, മുമ്പോട്ടും അങ്ങനെ തന്നെയാണ്. They heard it but did not mix it in faith. അവരത് കേട്ടുവെങ്കിലും അവർ വിശ്വാസമായി അവരിൽ അത് പരിണമിച്ചില്ല. ഞായറാഴ്ച തോറും കേട്ടോണ്ടായിരിക്കുന്നത്, പക്ഷെ ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പം പ്രത്യേകം പ്രാർത്ഥിക്കണേ. എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ഞാൻ പറയാം, മനുഷ്യന്റെ പ്രാർത്ഥനയെക്കാളും വലത്ത ഭാഗത്തിരിക്കുന്ന യേശുവിന്റെ പ്രാർത്ഥനയിൽ ഒന്ന് ആശ്രയിക്കുക. Many people don't enjoy the intercession of Jesus seated at the right hand of the Father. പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്ന യേശുവിന്റെ ആ മധ്യസ്ഥതയെ ആസ്വദിക്കുവാൻ പലർക്കും കഴിയുന്നില്ല. They want someone to pray for them. അവർക്ക് വേറെ ആരെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരുടെ ഇഷ്ടം. മുഴുവനോടെ അവിടെ ഇരിക്കുക വലത്ത് ഭാഗത്ത്. ആമേൻ. He's concerned of you. അവന് നിന്നെക്കുറിച്ച് കരുതലുണ്ട്. Can you say, I am the beloved of Jesus Christ? ഒന്ന് പറയാമോ, ഞാൻ യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട I am the beloved of Jesus Christ. യേശു ക്രിസ്തുവിന്റെ ഏറ്റവും പ്രിയനാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ യേശുവിന്റെ പ്രിയപ്പെട്ടവനാണ്? എത്ര പേർക്ക് ഉറപ്പുണ്ട് കർത്താവ് എൻ്റെ ദിവസവും എല്ലാ കാര്യവും എല്ലായിടത്തും എല്ലാ ഇപ്പോഴും ജയോത്സവമായ എൻ്റെ ജീവിതം? കൈ പൊക്കിയാ പോരാ, ഇതിനകത്ത് കയറ്റണം.
അകത്ത് കയറണം. Write it down in that spirit. അത് ആത്മാവിൽ I എഴുതണം. will lack nothing in my life. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവുകയില്ല. I will never be ashamed. ഞാൻ ഒരിക്കലും ലജ്ജിക്കുവാനിടയാകുകയില്ല. അവനെ നോക്കിയവർ പ്രകാശിതരാം. ആമേൻ. ഇന്ന് പകൽ എന്ത് സാഹചര്യമായിക്കോട്ടെ, എന്തൊരു വിഷയമായിക്കോട്ടെ, ഞാൻ നിൽക്കുന്നത് പാറയിന്മേല. ഇത് കുലുങ്ങിപ്പോകുന്ന സാധനമല്ല. എൻ്റെ കാര്യങ്ങൾ ജയോത്സവമായി നടത്താൻ. Hallelujah. ഹല്ലേലൂയ. And that is why the Bible says, അതുകൊണ്ട് അത്ര വേദപുസ്തകം പറയുന്നു, today if you hear his heart, നിങ്ങൾ ഇന്ന് അവന്റെ ഹൃദയം കേൾക്കുന്നുവെങ്കിൽ, today if you hear his voice, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, do not harden your heart. നിങ്ങളുടെ ഹൃദയം കഠിനമായി പോകരുത്. You know why we cannot trust him fully? എന്തുകൊണ്ടാണ് നമുക്ക് അവനിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ കഴിയാത്തത്? Because our heart has become hard. കാരണം നമ്മുടെ ഹൃദയം കഠിനമായി പോയിരിക്കുന്നു. Because of bitterness, കയ്പ് മൂലം, because of lack of love, സ്നേഹമില്ലായ്മ മൂലം, because of lack of fellowship. This all is കൂട്ടായ്മയില്ലായ്മ happening. മൂലം. ഇതെല്ലാം സംഭവിക്കുന്നത് കൂട്ടായ്മ ഇല്ലാത്തതുകൊണ്ട്. ആമേൻ. We are keeping the bitterness, we are keeping that all the wrong things inside of us. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കയ്പ് വെച്ചുകൊണ്ടിരിക്കുക. വേണ്ടാത്ത പല തെറ്റുകളും നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുക. ക്രിസ്തുയേശുവിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി ഉയരുന്ന കോട്ടകളെല്ലാം കോട്ടകളായിരിക്കുക. ചെറിയൊരു ആലോചനയാണ് തുടങ്ങിയത്, ഇപ്പം കോട്ടയായിരിക്കുക. ഇന്ന് പകൽ അതിനെ ഇടിച്ചു കളഞ്ഞ് പറയണം, ഇല്ല, എൻ്റെ യേശു എന്നെ നടത്തും, അന്ത്യത്തോളം ജയോത്സവമായി നടത്തും. Jesus has finished everything. യേശു സകലതും നിവർത്തീകരിച്ചു. There is no more work for ഇനി us. ഒരു പ്രവൃത്തിയും തികയ്ക്കാനില്ല. But the Bible says, എന്നാൽ വേദപുസ്തകം പറയുന്നു, let us therefore be diligent to enter his rest. അതുകൊണ്ട് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ നമുക്ക് ഉത്സാഹിച്ചു നിൽക്കാം. ഉത്സാഹം, ആമേൻ. diligence ഉത്സാഹം to enter his rest. അവന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതല്ല. You have to be diligent about it. നമുക്ക് ജാഗ്രതയോടെ ഉത്സാഹത്തോടെ നിൽക്കണം. അതൊരു പ്രവൃത്തിയാണ്. ആമേൻ. Work out to enter his rest. അവന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് പ്രവർത്തിക്കാം. കർത്താവ് എല്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞല്ലേ, പിന്നെ ഇനി എന്തിനാ പ്രവൃത്തി ഉണ്ട്? Diligence means talking to myself, breaking that stronghold and talking faith and trusting him. ഉത്സാഹം എന്ന് പറയുമ്പോൾ അവന്റെ വിശ്വാസം നമ്മൾ പറയുക, എതിരായിട്ട് ഉയരുന്ന കോട്ടകളെ ഇടിച്ചു തകർക്കുക, വിശ്വാസം പറഞ്ഞുകൊണ്ട് മുന്നേറുക. Hallelujah. ഹല്ലേലൂയ. Whatever is the situation, എന്തായിക്കോട്ടെ സാഹചര്യം, I will not be shaken. ഞാൻ ഇളകി പോകയില്ല. That is diligence. അതാ ഉത്സാഹത്തോടെ. Diligence means utmost thirst. ആ ഉത്സാഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ ദാഹം. രണ്ട് സ്ഥലത്ത് ഇത് എഴുതിയിരിക്കുന്നത്. ഒന്ന് ഇത്, രണ്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 11:6 നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അവനെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നവൻ. ആമേൻ. സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കണം. ഉത്സാഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ഇന്നത്തെ ഈ സഭായോഗം കഴിഞ്ഞ് നമ്മളെല്ലാവരും ബസ്സിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാവരും ബസ്സിലാണ് വന്നിരിക്കുന്നത്. ഓർത്തെ, ബസ്സിലാണ് വന്നത് എല്ലാവരും, ഞാൻ ഉൾപ്പെടെ. ഇവിടുന്ന് നമ്മളെല്ലാവരും വന്നിരിക്കുന്ന കുമളിയിൽ ഇവിടെ കോട്ടയത്ത് വന്നേ. ഈ മീറ്റിങ്ങിന് വന്നോ? കുമളിയിൽ നിന്നാണോ വന്നേ? വന്നു. കുമളിയിൽ നിന്ന്. മണി 11 11:15 കോട്ടയത്ത് നിന്ന് തിരിച്ച് കുമളി പോകാൻ 10 ബസ്സുണ്ട്. ഇനിയും കുമളിക്ക് പോകാൻ ബസ്സുകൾ കാണത്തില്ല എന്ന് മനസ്സിനകത്ത് കയറിയ നിങ്ങൾ നാട്ടുവിശേഷം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുവോ അതോ ബസ്സിൽ കയറാൻ നോക്കുവോ? കാര്യം എന്താ? ഇത് പോയാൽ ലെഫ്റ്റ് റൈറ്റ് അടിക്കേണ്ടി വരും കുമളി വരെ. ഞാനാണെങ്കിൽ പകുതി മെസ്സേജേ പറഞ്ഞിട്ടുള്ളെങ്കിലും എന്നാ സജം പിടിച്ചോന്ന് പറഞ്ഞ് ഞാനും ഓടും. കാരണം ഇത് കിട്ടിയില്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. അപ്പം എൻ്റെ ഉള്ളിൽ അതാ ഉത്സാഹം. എനിക്ക് ഈ സ്വസ്ഥത അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിയതാ. എനിക്ക് ഈ സ്വസ്ഥത കിട്ടിയേ പറ്റൂ. അതിന് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വേണ്ടാത്ത ഉയരുന്ന ആലോചനകൾ ഇടിച്ചു കളയും.
എൻ്റെ കൂട്ടു സഹോദരൻ അറിയാമോ, ഇതേ കുറ്റം പറയരുത്, ഞാനൊന്ന് സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ നോക്കുക. നോണ പറഞ്ഞോണ്ട് എനിക്ക് ഇതേ കേൾക്കണ്ട, ഇത് എനിക്ക് കർത്താവ് പറഞ്ഞ ആ സ്വസ്ഥത എനിക്കൊന്ന് അനുഭവിക്കണം. പൈസയുടെ കാര്യം നീ മിണ്ടരുത്, എൻ്റെ ദൈവം തക്ക സമയത്തിന് അത് തന്നിരിക്കും. എന്നാലും ഇല്ലല്ലോ, ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ഓ, അവന്റെ കൃപ എൻ്റെ മേൽ പെരുകുമാറാക്കും. ഞാൻ അങ്ങനെ എല്ലാത്തിലും എല്ലായ്പ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവനായി നടക്കും. I enter into that rest. ഞാൻ ആ സ്വസ്ഥതയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. Break that stronghold. ആ കോട്ടയെ ഒന്ന് ഇടിച്ചു കളാം. Put your trust in Jesus. നിങ്ങൾ യേശുവിൽ ആശ്രയിക്കുക. സുവിശേഷ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സംഭവബഹുലമായ ഒരു വിടുതലായിരുന്നു ആ ഗദരദേശത്തെ ഭൂതഗ്രസ്തനുണ്ടായ വിടുതൽ. ആരാലും വിടുവിക്കപ്പെടാൻ കഴിയാതെ, ഡോക്ടർമാരാലോ മറ്റു ഒരു മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു മാർഗത്തിനും വിടുവിക്കാൻ കഴിയാഞ്ഞ ലഗ്യോൻ ബാധിച്ച ഭൂതഗ്രസ്തൻ, കല്ലറകളിൽ പാർത്തിരുന്നവൻ, സ്വന്തം ശരീരം കല്ലുകൊണ്ടിടിച്ച് മുറിവേൽപ്പിച്ച് പരിക്കേൽപ്പിക്കുന്നവൻ, നഗ്നനായി ഓടുന്നവൻ, ചങ്ങല ഉരുമി പൊട്ടിച്ചോടുന്നവൻ, വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം ഒരു ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് ഓടിയ മനുഷ്യനെ വിടുവിക്കാൻ ലോകത്തിൽ ആർക്കും സാധിക്കത്തില്ല. അത് ദൈവ അവതാരമായ ക്രിസ്തുവിനല്ലാതെ അങ്ങനെ ഒരാളെ വിടുവിക്കാൻ പറ്റില്ല. ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. ആ മനുഷ്യനെ കർത്താവ് വിടുവിക്കുന്നു. വിടുവിച്ച ആ വ്യക്തിയെ പിന്നെ നമ്മൾ കാണുന്നത് ക്രിസ്തുവിൻ്റെ കാൽക്കലിരുന്ന് ദൈവവചനം കേൾക്കുക മാത്രമല്ല, തുടർന്ന് അവൻ ദക്കപ്പലി നാട്ടിലെങ്ങും പോയി 10 പട്ടണങ്ങളെന്ന് അതിൻ്റെ അർത്ഥം, എന്നെ വിടുവിച്ച യേശു, എന്നെ വിടുവിച്ച യേശു എന്ന് സാക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. കർത്താവായ യേശു നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ വിടുതൽ പ്രാപിക്കണം, അനേകർക്ക് വിടുതൽ കൊടുക്കണം. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകർ ഈ 2 കൂട്ടങ്ങളിൽ ഒന്നുകിൽ ഒരു വിടുതലും ആവശ്യമായിട്ടായിരിക്കുന്നു, അല്ലെങ്കിൽ മുൻപേതോ വിടുതൽ പ്രാപിച്ച വ്യക്തിയാണ്. നമ്മളേവരും കർത്താവിൻ്റെ സാക്ഷികളാകണം, മറ്റുള്ളവരെ വിടുവിക്കുന്നവരാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെങ്ങും ഇന്ന് പ്രാർത്ഥിക്കുന്നവർ നമുക്ക് ഒന്നിച്ചു ചേരാം. ആരൊക്കെയോ ഇന്ന് ഈ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർ വളരെ വേദനയോടെ മറ്റാർക്കും വിടുവിക്കാൻ കഴിയാതെ പ്രയാസത്തിൽ ഇരിക്കുന്നവരുണ്ട്. കർത്താവിൻ്റെ കരം അവരെ തൊടും. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഈ വിടുതൽ പ്രാപിക്കുന്ന ഓരോരുത്തരും ഓർക്കണം, എനിക്ക് വിടുതൽ കിട്ടിയെങ്കിൽ ഇനിയും അനേകർക്കത് കൊടുക്കണം. കർത്താവെ, എന്നെ അതിന് സമർപ്പിക്കുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന മുഴുവൻ പേരെയും കർത്താവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഉള്ളിൽ ശക്തമായി പറയുകയാണ്, ഈ കല്ലറയിൽ പാർത്ത ഭൂതഗ്രസ്തനെ പോലെ തന്നെ മാനസിക അസ്വസ്ഥതകളായി പല ചികിത്സകളും ഷോക്ക് ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ ചെയ്തിട്ട് വിടുതലാകാത്ത ഏതോ വ്യക്തികളെക്കുറിച്ച് ഭാരപ്പെടുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇനി ഇതിന് വിടുതലില്ലെന്ന്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. എൻ്റെ ഭവനം ഇതുപോലുള്ള പൈശാചിക ബന്ധനങ്ങളിൽ കുഴഞ്ഞ വീട്, വിടുതലില്ലെന്ന് വിചാരിച്ച വിഷയങ്ങൾക്ക് കർത്താവ് അത്ഭുത വിടുതൽ തന്നു. രോഗസൗഖ്യങ്ങൾ എൻ്റെ കണ്ണാലെ കണ്ടു. എൻ്റെ സ്വന്തം സഹോദരി ഒരത്ഭുത വിടുതൽ പ്രാപിക്കുന്നത് കാണാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ആ യേശുവിൻ്റെ സ്നേഹം നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നു. വേദനപ്പെടണ്ട. കർത്താവേ, ഞാനിനി എന്ത് ചെയ്യും? എൻ്റെ കുഞ്ഞിന് വിടുതലില്ലേ? എൻ്റെ ഭവനത്തിന് ഒരു വിമോചനമില്ലേ എന്ന് ചോദിച്ച് കരയുന്ന സഹോദരിമാർ, സഹോദരങ്ങൾ, പിതാക്കന്മാർ ഇത് കാണുമ്പോൾ യേശുവേ, അങ്ങയുടെ കരം നീട്ടുന്നതിനായി സ്തോത്രം. ദുഷ്ട പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ. കർത്താവെ, തിന്മയായതൊന്നും അങ്ങല്ലല്ലോ തന്നത്. മാനസിക രോഗങ്ങൾ, ഭ്രാന്തുകൾ, അസ്വസ്ഥതകൾ, ചിത്തഭ്രമങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പൈശാചിക ശക്തികൾ ആവസിച്ചിട്ട് വന്നിരിക്കുന്ന ഉറക്കമില്ലായ്മകൾ, കർത്താവെ, വല്ലാത്ത സ്വഭാവ വിശേഷങ്ങൾ, മദ്യപാന ആസക്തികൾ, വേണ്ടാത്ത കെട്ടുകൾ, ബന്ധനങ്ങൾ, അങ്ങനെ വ്യക്തികളെ കുടുക്കി വെച്ചിരിക്കുന്ന കെട്ടുകൾ നിന്ന് വിടുവിക്കണമേ. ക്രിമിനൽ വാസനകൾ, കർത്താവെ, കോപങ്ങൾ എന്ന് വേണ്ട പൈശാചിക ശക്തിയാൽ ബന്ധിക്കപ്പെട്ട എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്ന സമയം തൃക്കരം നീട്ടി അത്ഭുത വിടുതൽ പകരുന്നതിനായി സ്തോത്രം. ജോസ് എന്ന പേര് കർത്താവ് പ്രത്യേകം വെളിപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ കരം നിങ്ങളെ കുടുംബമായി തൊടുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ ആ കുടുംബത്തിൽ കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം. തകർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുമായി നിരാശയോടെ കേൾക്കുന്ന വ്യക്തികൾ കർത്താവ് അത്ഭുത വഴി നിങ്ങളുടെ മുമ്പിൽ തുറക്കുകയാണ്. ആത്മഹത്യയുടെ ചിന്തകൾ മാറ്റിവെക്കുക.
യേശുവേ എന്നൊന്ന് വിളിക്കുക. കർത്താവ് വഴികൾ തുറക്കുന്നു. കർത്താവെ, കരം നീട്ടുന്നതിനായി സ്തോത്രം, 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 സ്തോത്രം. ഏതോ സ്ഥലത്ത് നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ ഒറ്റപ്പെട്ടു പോയ വ്യക്തി, കൂടെ ഉണ്ടായിരുന്നവർ പോലും പോയ സ്ഥാനത്ത് ഒറ്റപ്പെട്ടു പോയ വ്യക്തി, യേശു നിനക്ക് വേണ്ടി വഴിയൊരുക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ വ്യക്തി മടങ്ങി വരട്ടെ, അങ്ങ് വിടുവിച്ച് സാക്ഷ്യം പറയട്ടെ. അങ്ങ് വഴികൾ തുറന്നതിനായി സ്തോത്രം. ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ കർത്താവെ, വിടുതൽ പ്രാപിച്ച് ഞങ്ങളിൽ നിന്ന് അങ്ങ് ആഗ്രഹിക്കുന്നത്, ആ ഭൂതഗ്രസ്തനായിരുന്നവൻ സൗഖ്യമായി ദേശമെല്ലാം ഘോഷിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ നാമം ഘോഷിക്കുവാൻ, അനേകർക്ക് വിടുതൽ കൊടുക്കുവാൻ, കേൾക്കുന്ന വ്യക്തികളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം. അവിടുന്ന് അത്ഭുതം ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളേവരെയും ധാരാളമായ നന്മകളാൽ നിറയ്ക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. സ്വർഗീയ വിരുദ്ധ ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി, സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഈരാറ്റുപേട്ടയിൽ മെയ് 23 ശനി. ശുശ്രൂഷകൾ രാവിലെ 10 മണിക്ക്. PTMS പുളിക്കൽ ഓഡിറ്റോറിയം, ഈരാറ്റുപേട്ട. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കാട്ടാക്കടയിൽ മെയ് 28 വ്യാഴം രാവിലെ 10-ന്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ചവറയിൽ മെയ് 29 വെള്ളി രാവിലെ 10-ന്. SGK ഓഡിറ്റോറിയം, ബസ് സ്റ്റാൻഡിന് സമീപം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കൊട്ടാരക്കരയ്ക്ക് സമീപം ചെങ്ങമനാട്ട് മെയ് 30 ശനി രാവിലെ 10-ന്. അരോമ ഓഡിറ്റോറിയം. तूने हमको सिखाए प्रेम की परिभाषा को, प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति, चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति.